എത്രയൊക്കെ കൃഷ്ണന്മാര് വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും മീശമനാല കൃഷ്ണൻ തട്ട് താണിരിക്കും അല്ലേ? വന്ന അശോകേട്ടൻ വേണം. നീല കളർ അടിച്ചൊക്കെ ഇല്ലേ 2 ദിവസം എടുത്തിട്ട് കഴുകി കളഞ്ഞത്. പല സ്ഥലത്തുനിന്ന് പോകുന്ന പോലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ തല ഇങ്ങനെ കാണിച്ച് റിഹേഴ്സൽ. അപ്പോൾ അച്ചോട്ടാ അത് വേണോട്ടാ തല കാണിക്കും. കല്യാണരാമൻ വെട്ടം സിനിമകളിൽ ഇത്തരം ആർട്ടിസ്റ്റ് കണ്ടു. അപ്പൊ ഹരീഷ് രാജ് ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്നുള്ളൊരു സംഭവം ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞിരുന്നു. വെട്ടത്തില് മണി ചെയ്ത വേഷം എന്റെ ആയിരുന്നു. കല്യാണരാമനിൽ ഏതായിരുന്നു? കല്യാണം സലീം ചെയ്ത വേഷം. അങ്ങനെ അവസാനം വീട്ടിനകത്തൊരു സീക്വൻസ് ഇല്ലേ, ആ സീൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ലൊക്കേഷൻ ചെന്നു, സീൻ കൊണ്ടുവന്നു, വായിച്ചു നോക്കി. ഒരു അക്ഷരം പോലും അതിന് എടുക്കാൻ പറ്റൂല. പിന്നെ അതിൽ വേറെ 2 മഹത്തായ എഴുത്തുകാർ വന്നു, അവരെയും കൂടി ഇരുത്തി ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് അങ്ങനെ ഉണ്ടാക്കി ക്ലൈമാക്സ് മാറ്റിയതാണ്. കുറെ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നേന്ന് പിടിച്ചു ഞങ്ങൾ വന്ന് കയറുന്നു തുടങ്ങിയിട്ട് ആ ഗേറ്റിന്റെ അടുത്ത് കയറി ഇറങ്ങി. സ്പോണ്ടേനിയസ് ആയിട്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയിട്ട് നോക്കിയാണ് അങ്ങനെ മുട്ടയേറിയെന്നാണ് അതിൽ മെയിൻ സംഭവം. അപ്പൊ അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാം ഇങ്ങനെ ഇതിൽ മുട്ടയിൽ അഭിഷേകം ചെയ്ത് നിർത്തിയേക്കണല്ലേ. പക്ഷെ കാണുമ്പോ കുറച്ചൊരു ക്രഷ് അടിക്കുന്ന പെമ്പിളർ ക്രഷ് അടിക്കുന്ന രീതിയിലേക്ക് ഒപ്പം യാത്ര തുടങ്ങിയ DQ അന്യഭാഷയിൽ പോയിട്ട് 100 കോടി അടിച്ചു നിൽക്കുന്നതിന്റെ സന്തോഷമാണ് അല്ലേ? എങ്ങനെ ഒരു സുഹൃത്ത് നിലയിലും സഹപ്രവർത്തന നിലയിലും ഹൗ ഡു ഫീൽ? അഭിമാനം. പയ്യൻ കൊള്ളാം. എന്റെ കൂടെ തുടങ്ങിയതാ. ശരിക്കേ സിനിമയിൽ ചെയ്തുള്ളത് സഞ്ജയനാണെന്നല്ല, അശോകനാണ് റിയൽ ലൈഫില് നീലകാശ പച്ചക്കടലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അന്ന് ഈ ബൈക്ക് എടുത്ത് പൂലും കറങ്ങലൊക്കെ ശരിക്കും ബൈക്ക് ഓടിക്കാറെങ്കിലല്ലേ കറങ്ങേണ്ട ആവശ്യമുള്ളൂ. ബൈക്ക് ഓടിച്ചത് ശരിക്ക് അനിയത്തിപ്രാവിൽ ഓടിച്ചിട്ടുണ്ട്. പിന്നെ നിസ്സാര സമയത്ത് മമ്മൂക്കനെ പുറത്തെടുത്ത് ഓടിക്കും, ബുള്ളറ്റ് ഓടിച്ചിട്ട്. നിനക്ക് ഓടിക്കാൻ അറിയാമോ? ഇല്ല. പിടിച്ചിരുന്നോ? ഞാൻ പിടിച്ചിരുന്നോ? ഞാൻ ആദ്യമേ ഡയറക്ടറോട് പറഞ്ഞു ഫസ്റ്റ് ടേക്ക് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓടിച്ചാന്ന് പോയി അവിടെ വീണ്ടും കൊണ്ട് നിർത്തി. ഓക്കെ നമുക്കൊന്ന് കാലുകുത്തിക്കൊള്ളോട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുണ്ടായ കാലം മുതലേ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അത് രണ്ടുപേരിൽ തുടങ്ങി അത് ദേശങ്ങളിലേക്കും കലാപങ്ങളിലേക്കും ഒക്കെ മാറിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രത്തോളം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് തർക്കം. പക്ഷെ മലയാള സിനിമാ ലോകം കാത്തിരിക്കുന്ന ഇപ്പോൾ ഒരു തർക്കത്തിനാണ്, ടർക്കിഷ് തർക്കം. ഈ തർക്കത്തിനൊടുവിൽ ഒത്തുതീർപ്പായോ അടിച്ചു പിരിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പേര് നമുക്കൊപ്പം ചേരുകയാണ് ഓപ്പൺ മൈക്ക് വിത്ത് റോഹനിലൂടെ. സോ സ്വാഗതം ചെയ്യാം സണ്ണി വെയിൻ. നമസ്കാരം. യെസ്. സോ തീർച്ചയായിട്ടും അശോകേട്ടനും ഒപ്പം തന്നെ ലുക്മാൻ ആൻഡ് അമാൻ. സോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ ഒരു തർക്കത്തിൻ്റെ കേസ് ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിലൊരു ഗൗരവമായിട്ടൊരു വിഷയം കടന്നു പോകുന്നുണ്ട്. ഈ സണ്ണിവേൻ ഒരു നടൻ എപ്പോഴും നോക്കി കാണുന്ന സമയത്ത് ശരിക്കും ഈ ഒരു പൗരുഷവും അതുപോലെ തന്നെ ഈ ശബ്ദത്തിന്റെ ഗാംഭീര്യവും ഒക്കെ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. അതിന്റെ കൂടെ ഇത്ര ക്ലാസ് മാസ് ലുക്കിൽ പോലീസുകാരനായിട്ട് കൂടി എത്തുന്ന സമയത്ത് പ്രതീക്ഷ കുറച്ച് ഏറെയാണ്. ഒരു മാസ് പ്രതീക്ഷിക്കാവോ അതിൽ തുടക്കം? മാസ് പ്രതീക്ഷിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് കയറി ചെല്ലുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ കഥാപാത്രം. അപ്പോൾ ഒരു തർക്കം സോൾവ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസുകാരനായിട്ടാണ് ഞാൻ അതിനകത്തുള്ളത്. മാസാണോ അല്ലെങ്കിൽ ഇടി കിട്ടുന്നുണ്ടോന്നൊക്കെ. പക്ഷേ ഈ പോലീസുകാരാണ് തർക്കം തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിൻ്റെ ഒപ്പം തന്നെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഈ തർക്കത്തിലും പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഫീലും ഉണ്ട്. എന്തായാലും ഒരു തർക്കം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ തർക്കത്തിൽ ഇതിനകത്തുള്ള സിനിമയിലുള്ള എല്ലാവരും ഈ തർക്കത്തിന്റെ ഭാഗമാണ്. ഇതിനകത്തുള്ള ഓരോ സിംഗിൾ ക്യാരക്ടർ വരെ ഈ തർക്കത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ടർക്കിഷ് തർക്കം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ടർക്കിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞു തന്നത് ടർക്കിഷ് പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു തർക്കം അതാണ് ആണെന്നുള്ളതാണ്. ഈ തല്ലുമാല സിനിമയെ കുറിച്ചിട്ട് നമ്മൾ കേട്ടു തുടങ്ങുന്ന സമയത്ത് ടോവിനോ ചിത്രം എന്ന് പറഞ്ഞ് തുടങ്ങി കണ്ടു തീരുമ്പോൾ പ്രേക്ഷകർ സംസാരിച്ചത് ഇത് ജംഷിയുടെ പടമാണെന്നുള്ള രീതിയിലേക്ക് ലുക്കുമാനിലേക്ക് മാറിയൊരുതുണ്ട്. ആ സിനിമയോളം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലത്തെ അടി എന്നുള്ളത്. ഇതൊരു ആക്ഷനാണ്, അഭിനയമാണെങ്കിൽ പോലും അടി ശരിക്കും പൊട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ശരിക്കും ടർക്കിഷ് തർക്കത്തിലെ തല്ലുമാലയിലെ ടോവിനെ തല്ലുകൊണ്ട പോലെ ടർക്കിഷ് തർക്കത്തിൽ തല്ലുകൊള്ളാൻ പോകുന്ന ആരാണ് ശരിക്കും? അത് തല്ല് കൊണ്ട ആളാണ് കൊടുത്ത ആളാണ്. തല്ലുമാല പോലത്തെ ഒരു പടമല്ല, ഇല്ല. ഇതങ്ങനൊരു അടിപ്പടമല്ല. ആക്ച്വലി തർക്കം എന്നുള്ള സംഭവം ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാവും. നല്ലതിന് വേണ്ടിയിട്ടുള്ള തർക്കം ഉണ്ടാവും, മോശം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ ഉണ്ടാവും. തർക്കം എപ്പോഴും നല്ലതാണ്, നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതാണ്. അതെ. അപ്പോൾ ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള തർക്കമാണ് ഉണ്ടാവുന്നത്. പക്ഷെ അത് വേറെ രീതിയിലോട്ടൊക്കെ പോയി നാട്ടിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്
ഒരു തർക്കം ഉണ്ടാവുന്നതും നാട്ടുകാരൊക്കെ അതിൽ ഇൻവോൾവ് ആവുന്നതും. അപ്പോൾ നേരത്തെ അശോകേട്ടനും പറഞ്ഞ അസമിച്ചനും പറഞ്ഞത്, അതായത് ഇതിൽ കാണുന്ന എല്ലാവരും ആക്ടേഴ്സാണ്. അതായത് ആ നാട്ടിലുള്ള എല്ലാവർക്കും സ്പേസ് ഉള്ള, അവരൊക്കെ സിനിമയിൽ ഡയലോഗും അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്പേസ്. നമ്മളൊരു കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ 10-15 പേര് നിൽക്കില്ല അല്ലെ, ഒരു 100-300 പേരിലേക്ക് പോകുന്ന പോലെ എല്ലാവർക്കും അത്രത്തോളം അല്ലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇതിന്റെ കണ്ടന്റ് ആണ് ഇതിന്റെ ഹീറോ. ഇതിന് നേരത്തെ മാസ് ഉണ്ടോ ചോദിച്ചാൽ മാസ് എലമെന്റ് ഉണ്ട്, ഇതിലൊരു ത്രില്ലർ എലമെന്റ് ഉണ്ട്, ഫാമിലി മൂവിയാണ്, റൊമാൻസ് ഉണ്ട്. അപ്പോൾ ഈ സിനിമ പ്രേക്ഷകരാകുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറെ ആളുകളെ ഇപ്പൊ 2 മണിക്കൂർ തിയേറ്ററിൽ വന്നാൽ തിയേറ്ററിൽ ഇങ്ങനെ ത്രില്ലായിട്ട് ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് കുറെ ചിന്തിക്കാനും കുറെ തീരുമാനങ്ങൾ നമുക്കൊരു കുറെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും. ലുക്മാൻ എന്ന നടനെ സമീപിക്കുന്ന സമയത്ത് സംവിധായകനോ എഴുത്തുകാരനോ അതിന്റെ കഥയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോ ഒന്നും വിഷയമല്ല. നല്ല കടിച്ച പൊട്ടാത്ത വാക്ക് സിനിമ ടൈറ്റിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് പറയുന്നുള്ളൊരു കമ്പിയുണ്ട്. ചെയ്തു വെച്ച സിനിമകളാണെങ്കിൽ ഓപ്പറേഷൻ ജാവ, സുലൈഖ മനസ്സിൽ, ടർക്കിഷ് തർക്കം, ഇതുപോലുള്ള കേൾക്കാൻ ഒരു സാധ്യതയില്ലാത്ത പേരുകളാണ്. ഇത് എങ്ങനെയാണ് ഇത്രയും വന്ന് ചേരണം? ഇങ്ങനത്തെ വെറൈറ്റി പേരുകളൊക്കെ വരെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കൊരു ബന്ധമില്ല. അത് ശരിക്കും പേരുകളിലൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് വരുന്ന സിനിമ ടൈറ്റുകളിലൊക്കെ ചില കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതെന്താ എല്ലാ പേരുകളും ഇങ്ങനെ കുറച്ച് കടിച്ചാ പൊട്ടാത്ത അല്ല, എന്താ വെച്ചാൽ എത്ര പേരുകളാണ്, എത്ര സിനിമകളാണ്. അപ്പൊ എല്ലാവരും സിനിമകൾക്ക് അത് ഡയറക്ടറുടെ കോളാണല്ലോ. ഇതിനകത്ത് തന്നെ പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചത് ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരാൾ പറഞ്ഞു നിന്റെ സിനിമ കണ്ടിരുന്നു സുലൈമാന്റെ മനസ്സിലോ. സുലൈമാന്റെ മനസ്സിലോ. അപ്പൊ അല്ല, അത് ആൾക്കാർ പേരിനൊക്കെ അപ്പുറം എന്താന്ന് വെച്ചാൽ സിനിമ നന്നാവാന്നല്ലോ ബേസിക് കാര്യം. ഞാൻ കേൾക്കുമ്പോ സിനിമ എനിക്ക് കേട്ടിട്ട് എനിക്ക് ഇഷ്ടാവുന്നുണ്ടോ, സിനിമ ടോട്ടലി അടിപൊളിയാണോ എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത് ആളുകൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ ഈ സിനിമ ആളുകൾക്ക് വർക്കാവും എന്നുള്ള കത്തും തന്നെയാണ് പ്രതീക്ഷ. അശോകേട്ട, ഒരു ആയുസ് മുഴുവൻ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ചെയ്ത് വെച്ച വേഷങ്ങൾ ചെയ്ത് ഇനി ഞാൻ കോമഡിയിൽ നിന്ന് ചെയ്യാനുള്ള ഏറ്റവും പീക്ക് ലെവലിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള ബോധ്യം കൊണ്ടാണോ ചിരി മാറ്റി ഒന്ന് കരയിപ്പിക്കാനും സങ്കടപ്പെടുത്താനും നൊമ്പരപ്പെടുത്താനുള്ള ഒരു വഴിത്തിരിവിലേക്ക് മാറിയേ? ഞാനിപ്പോഴും എങ്ങനെ തെറ്റില്ലെന്ന് വിശ്വസിക്കുന്നവനാ. പേരിനൊപ്പമുള്ള ഹരിശ്രീ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയണം. ഇപ്പം നല്ലൊരു കോമഡി പടം നമ്മളെ കാണുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, ഒരു കോമഡി പടം നിങ്ങളുടെ പഴയ പോലെ ഒരു കോമഡി. നമ്മളല്ല കോമഡി എന്നും പറഞ്ഞാൽ കൊണ്ടുവരുന്ന സബ്ജക്റ്റുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ശരിക്കും അത്രയും വർക്കൗട്ട് ആവാത്തതുകൊണ്ടാണ് നമ്മളത് പിടിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നത്. പിന്നെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് മറ്റു പടങ്ങൾ അഭിനയിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് വേഷങ്ങൾ വന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വേഷങ്ങൾ വന്നു. അപ്പോൾ എന്ത് ചെയ്താലും ശരിയാണ്. നമ്മൾ അഭിനയിച്ച പടത്തിൽ നല്ല വേഷമാണെങ്കിൽ ശരിയാണ്. ടോട്ടാലിറ്റി ഗംഭീരമാണെങ്കിൽ മാത്രമേ ആ പടം ജനങ്ങൾ കാണും. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ പാർവതി പരിണയം തന്നെ പടത്തിൽ ഭിക്ഷക്കാരനായിട്ട് 3 സീനേ ഉണ്ടായിരുന്നല്ലോ ആ പടത്തിൽ. ഹമ്മ 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 എന്ന് പറയുന്ന ആ സാധനം ഷോർട്ട് സമയത്ത് എൻ്റെ മനസ്സിലറിയാതെ വന്നതാണത്. ഷോർട്ട് സമയത്ത് ടേക്കിംഗ് സമയത്ത് അത് പിന്നെ അത് 12 സീനായിട്ട് ഡെവലപ്പ് ചെയ്തു റൈറ്റർ തന്നെ. ആ പടം ഓടിയത് കൊണ്ടാണ് എന്നെ ശ്രദ്ധിച്ചത്. ഞാൻ എത്ര ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ ആ പടം ഓടിയാൽ ജനങ്ങൾ നമ്മളെ കാണുള്ളൂ. ഗോഡ് ഫാദർ ആണെങ്കിൽ ചെറിയൊരു വേഷം വരുന്നത്, പക്ഷെ പടം ഓടിയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു അത് നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റുമെന്ന് ആദ്യം ചിന്തിക്കും. ഇത് ഞാനെടുത്താൽ നിൽക്കുമോ ഒന്നുകൊണ്ട് ഞാൻ ആദ്യം ചിന്തിക്കും. എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞാൻ എടുക്കാറില്ല. ഞാൻ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞ പടം എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഭയങ്കര ഇമോഷണലുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ കുറച്ച് എൻ്റെ ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞ് കുറേ സീനുകൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഒരു നല്ല വാപ്പയാണ്. ആ വാപ്പയ്ക്ക് ഉണ്ടാകുന്ന കുറേ ട്രാവലിങ് ഭയങ്കര രസമാണ് ഈ കഥയിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്തൊരു എല്ലാ ക്യാരക്ടർ, അതായത് നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ ക്യാരക്ടർ എന്ന് പറഞ്ഞവൻ പോലും അവിഭാജ്യമാണ്. അയാളില്ല പറ്റില്ല ഈ പടത്തിൽ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കാലത്ത് വരുമ്പോൾ തന്നെ ഒരു ഉത്സവം പോലെ അവിടെ ആൾക്കാർ നിരന്തേക്കണം. അതെല്ലാം നമ്മൾ പറഞ്ഞ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, അവരെല്ലാം ആർട്ടിസ്റ്റുകളാണ്. അവരൊരു ഉത്സവമായിരുന്നു. അവരെല്ലാം നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മാ അസോസിയേഷൻ പ്രസന്റ് ചെയ്തിട്ടുള്ള സിനിമയുടെ വേദിയിൽ ഇപ്പോൾ ഡയറക്ടർ സിദ്ദീഖാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇതുപോലെ നാദിഷ ഇവരൊക്കെ ഉള്ളൊരു വേദിയിൽ അശോകൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, നമുക്കൊരു സിനിമ ചെയ്താലോ നമ്മുടെ മനസ്സിലുള്ള പോലെ
കുറച്ച് തമാശകളും കോമഡി ആയിട്ടുള്ളതുണ്ട്. എനിക്കൊന്നും ഇത് കാണുന്ന ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ പ്രേക്ഷകരെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ തന്നെയാണ് ഈ സിനിമകൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണേന്ന് തോന്നിപ്പോയി ആ വാക്കുകൾ കേട്ടപ്പോൾ. അങ്ങനെ ചിന്തകൾ ഞാനന്ന് പറഞ്ഞവരോട് അങ്ങനെ കുറച്ച് പേരോട് നമുക്കൊരു കഥ ഉണ്ടാക്കാം, ഇത്രയും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ത്രെഡ് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കാം എന്ന് പറഞ്ഞായിരുന്നു. അത് ജോണർ കോമഡി പിടിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതും നമ്മൾ സക്സസ് ആവണമെന്നൊന്നുമില്ല, പരിശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആമിന് നടിയെന്നേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് പറയുന്നത് ഭയങ്കര തത്വചിന്തകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല, സംസാരിച്ചില്ല. അതായത് ലൊക്കേഷൻ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ടോ? ഉണ്ട്. സാധാരണ ഇതിൽ പരിമിതികളൊന്നും കൊണ്ടുവരാറില്ല. ഈ ഒപ്പിരിക്കുന്ന ആളെ ഇന്നത് കഴിക്കാൻ പാടില്ല, ഇത് ആരോഗ്യപരമായിട്ട് നല്ലതല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പരിസരത്ത് ഒഴിവാക്കാൻ പറയും. മറ്റേ റൊണാൾഡോക്ക് വന്നിട്ട് കൊക്കക്കോള എടുത്തെറിഞ്ഞില്ലേ, അതേപോലെ എന്താന്ന് വെച്ചാൽ ഒപ്പരികൾ 1-2 സാധനങ്ങളൊക്കെ മാറ്റാനാണെങ്കിൽ എല്ലാം പറ്റാത്തതുകൊണ്ട് ശരിക്കും ഇത് സ്പ്രെഡ് ചെയ്തിട്ടില്ലേ, ലൊക്കേഷനിലൊന്നും പറയാൻ ശ്രമിച്ചിട്ടില്ലേ? ഇല്ല, ഇപ്പൊ ഞാൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കാറുണ്ട്. ഇപ്പൊ എന്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ അത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അത് ബാക്കിയുള്ളവരെ ഫോളോ ചെയ്യിപ്പിക്കുക എന്നുള്ളത് എന്റെ ജോലി അല്ല. പക്ഷെ ഈ കൊക്കോകോള, പെപ്സി ഇതേപോലത്തെ ബ്രാൻഡ്സ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ഞാൻ പറയും. അത് കൊള്ളത്തില്ല, നമുക്ക് നല്ലതല്ല. അപ്പൊ നമ്മൾ എത്രയൊക്കെ വലിയ ബ്രാൻഡ് ആണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ ബോഡി. എത്രയൊക്കെ നല്ലത് നാച്ചുറൽ ആയിട്ട് ഹോം ഗ്രോൺ ആയിട്ടുള്ള ഓർഗാനിക് സാധനങ്ങളാണ്. അതെ അതെ, അതാണ് നമ്മൾ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക്, എൻ്റെ കസിൻ ഒരു കുഞ്ഞു കസിന് ഡയബറ്റിക് ആണ്, ചെറിയ ഇതാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇങ്ങനത്തെ സാധനങ്ങളും കൂടുതൽ എൻകറേജ് ചെയ്താണ് നമുക്ക് ഒരു വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ ഒരു എത്ര അൺഹെൽതി ലൈഫ് സ്റ്റൈൽ ആയിട്ടാണ് അവരും വളർന്നു വരുന്നത്. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എനിക്കറിയുന്നത് കാരണം ഞാൻ കഴിയുന്നതും ഇപ്പൊ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ കഴിയുന്നത് ഞാൻ അത് പറയാൻ നോക്കാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ കൊണ്ട് അത് ഫോളോ ചെയ്യിപ്പിച്ച് എനിക്ക് പിന്നെ നിധിയൊന്നും കിട്ടാനില്ലല്ലോ. അത് നല്ല ഫുഡാണ് സെറ്റിലെ, നല്ല ചോറും അവിയലും. പക്ഷേ ഈ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെ വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെയുണ്ട്, അതൊന്നും നമുക്ക് പറയാം. പക്ഷെ ഈ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം അതെ, കൊക്കോകോള, പെപ്സി ഇതൊക്കെ സ്ട്രിക്ട്ലി ഫേസ് വാല്യൂ കണ്ടിട്ട് ഇത്തരം ബ്രാൻഡുകൾ പരസ്യത്തിന് വിളിച്ചാൽ പോവില്ല. ഇല്ല, കഴിയുന്നത് ഞാൻ പോവാതിരിക്കാൻ നോക്കും. നല്ല എല്ലാ സെലിബ്രിറ്റീസും ഇപ്പൊ അതാ ചെയ്യുന്നത്. ഞാൻ കഴിയുന്നതും അത് ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്, കുറെ കാര്യങ്ങൾ അങ്ങനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കാശിന്റെ ആവശ്യം വരുമ്പോഴത്തേക്കും അതാണ് മിക്ക ആക്ടേഴ്സും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ മിക്ക സെലിബ്രിറ്റീസിന്റെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ അവർ പറയും അയ്യോ ഐസ്ക്രീംസ് ആർ എ ബിഗ് നോ, പക്ഷെ അവർ മറ്റേ ഐസ്ക്രീമിന്റെ ആഡിലുണ്ടാവും ഐസ്ക്രീം, ദിസ് ഐസ്ക്രീം ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ ഇത് ചെയ്യും. അതുപോലെ തന്നെ പെപ്സി, ഇത് ചിലൊരു പിസ്സ ഇത് അൺഹെൽത്തി ആണെന്ന് പറയും, പക്ഷെ അവര് പിസ്സയുടെ ആഡ് ചെയ്യുന്നുണ്ടോ. ആക്ച്വലി ആൾക്കാർക്ക് അറിയാം ഇത് പെയ്ഡ് ആണെന്നുള്ളത്. അത് കാരണം അവർക്ക് അറിയാം ഓക്കെ ഇത് പെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് ആൾക്കാർക്ക് അറിയാം എന്നുള്ളത് കാരണം അവർ ആ ധൈര്യത്തിൽ അത് ചെയ്യും. ബിക്കോസ് അവർക്ക് വേറെ നഷ്ടമൊന്നുമില്ല. പക്ഷെ ഇന്റർവ്യൂസിൽ അവർ പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും, ഇത് നമ്മൾ വി ഡോണ്ട് സ്റ്റാൻഡ് വിത്ത് ദിസ് എന്നുള്ളത്. അതെ അതെ, അതത്രേ ഉള്ളൂ. ഈ മലയാള സിനിമയിലെ ഇപ്പോഴും എല്ലാ സിനിമയിലും എല്ലാ കാലഘട്ടവും ഈ ആലോചിച്ച് വെക്കാനുള്ള പ്രണയത്തിന്റെ പ്രപ്പോസൽ സീനുകൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ട്രെൻഡിലേക്ക് മാറുന്ന ടർക്കിഷ് തർക്കത്തിൻ്റെ ഒരു സീൻ ഗംഭീരമായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇതിന് ഭംഗിയായിട്ടുള്ള ഇതിന് കുറച്ചുകൂടി ഭംഗി കൂടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന ഡയലോഗിന്റെ പ്രസന്റേഷൻ കൂടിയാണ് അല്ലെ. ചില ഡിമാൻഡ്സിന് ചില മറുപടികളുണ്ട്, അത് ഞങ്ങൾ പറയാതിരിക്കുന്നതാണ് എന്ന് കൂടിയുണ്ട്. അതിനൊക്കെ എത്തരത്തിൽ വല്ല ഡിമാൻഡ് ഉണ്ടോ? ആക്ച്വലി എനിക്ക് ഒരുപാട് ഡിമാൻഡ് കൂടുതലായത് കാരണമാണ് ഇപ്പൊ ഞാൻ സിംഗിൾ ആയിട്ടിരിക്കുന്നത്. വീട്ടിൽ അതെ, അത് നമ്മൾ ഒരുപാട് ഡിമാൻഡ് വെക്കാൻ പാടില്ല എന്നാണ് എനിക്കിപ്പോ മനസ്സിലായത്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കിങ്ങനെ ഡിമാൻഡ്സ് ഉണ്ട്, അത് ഒത്തുവരണം. വിദ്യാഭ്യാസം കൂടുതൽ വേണം അല്ലെങ്കിൽ സർക്കാർ ജോലി വേണം, ഇങ്ങനെയുള്ള ക്ലീഷേ ഡയലോഗുകളൊക്കെ ഇത് അക്കാലത്ത് അശോകന്റെ സ്കൂൾ കോളേജ് ടൈമിലൊക്കെ എങ്ങനെയാ ഇത്തരം ഡിമാൻഡുകൾ തന്നെ അന്നും ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ഡിമാൻഡുകൾ ഇപ്പോഴും ഇല്ല. എനിക്ക് ചെയ്യുന്നത് നിത്യായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. അല്ല, ഈ പ്രപ്പോസൽ സീൻസിലെ ഇതുപോലെ പെൺകുട്ടികൾ അന്ന് പറഞ്ഞിരുന്നോ ഈ സിനിമയിലത്തെ സീൻ പോലെ? ഇതിലാ പിന്നെ അതൊക്കെ അന്നുകൊണ്ട് ഇന്നുണ്ട്. എല്ലാ കാലത്തും ഡിമാൻഡ് മനുഷ്യന്മാർക്ക് ഉണ്ടാവും. പറ്റില്ലല്ല, ഞാൻ പറഞ്ഞ ആശ, ആഗ്രഹം ഇതില്ലെങ്കിൽ മനുഷ്യനില്ല.
മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റില്ല അവന്. ആഗ്രഹങ്ങളും അവൻ്റെ ആശകളാണ് അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണത്. ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകണം അവനെ അതാണ്. ഇപ്പൊ എനിക്ക് പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്കൂട്ടർ മേടിക്കാൻ നോക്കും. കുറച്ച് പൈസ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കാറാക്കൂല. അത് അവൻ്റെ ആശകളാണ്, ആഗ്രഹങ്ങളാണ് അത്. പക്ഷെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്ന സമയത്ത് ചില വിട്ടുവീഴ്ചകളോടും തയ്യാറാവണം എന്നുള്ളതിന് ആ ഒരു ഉത്തരത്തിലല്ലേ ചോദിക്കണേല് അല്ലെ? അങ്ങനെ ഒരു ഉത്തരം കൂടി അതില് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരിക്കും സണ്ണിവേദൻ നടന്റെ ഒരു ട്രാക്ക് എടുത്തു നോക്കുന്ന സമയത്ത് ശരിക്കും അതിലെ മികച്ച വേഷങ്ങളും സിനിമകളും എന്നെടുത്തു നോക്കുന്ന സമയത്ത് അപ്പൻ എന്ന സിനിമയ്ക്ക് എത്ര സ്ഥാനം കൊടുക്കും? ശരിക്കും പ്രേക്ഷകരെ മനസ്സിൽ ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ സിനിമകൾ ഇഷ്ടത്തോളം ഇപ്പം നീലാകാശമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ അത്രത്തോളം സന്തോഷിപ്പിച്ച സിനിമകൾ കുറേ ഉണ്ടെങ്കിൽ പോലും നടനായിട്ട് ഭയങ്കരമായിട്ട് നെഞ്ചിലേറ്റൊരു വേഷം കൂടിയായിരുന്നു അപ്പൻ. സണ്ണിവേദൻ നടൻ സ്വയം വിലയിരുത്തുന്ന സമയത്ത് ആ നിരയിൽ എത്രാം സ്ഥാനത്ത് വരും അപ്പൻ? ഗ്രേറ്റ് സിനിമ എന്ന് വിളിക്കും, അങ്ങനെ വിളിക്കാൻ എനിക്ക് താല്പര്യം. നമ്പർ ചെയ്യാൻ എനിക്കറിയില്ല, പക്ഷെ ഒരു ടോപ്പ് പൊസിഷനിലാണ് നിൽക്കുന്നത്. 1 to 10 പൊസിഷനിൽ ഏത് നമ്പറിൽ വേണേൽ വരാം. നല്ല സിനിമ വരികയാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ട് കയറും. മാറി നിൽക്കാം. ഈ എപ്പോഴും ഇപ്പം സണ്ണിവേദൻ എന്ന് പറയുന്ന സമയത്ത് ആ പേരിലെ സ്റ്റൈൽ എപ്പോഴും ആ കാണുന്ന പ്രസന്റൻസിലും അല്ലെങ്കിൽ അപ്പിയറൻസിലും സ്വാഭാവികമായിട്ട് കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ അത് ബോധപൂർവമായിട്ടുള്ള ശ്രമം അല്ലാതെയാവാം, പക്ഷെ കാണുമ്പോൾ കുറച്ചൊരു ക്രഷ് അടിക്കുന്ന പെമ്പിളർ ക്രഷ് അടിക്കുന്ന രീതിയിലേക്ക് അല്ലേ? പക്ഷെ അത് അപ്പാടെങ്ങ് മാറ്റിയിട്ട് കണ്ട ഒരു ചിത്രം ശരിക്കും അപ്പം കൂടിയാണ് അല്ലെ? മുഴുവനായിട്ട് അങ്ങുള്ള ഒരു പരകായ പ്രവേശനം നടത്തി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അപ്പൊ അതുകൊണ്ടുകൂടിയായിരുന്നു ആ ചോദ്യം വന്നത്. ശരിക്കും ഇത്തരത്തിലൊരു സ്റ്റൈലാണോ ഇപ്പൊ കാണുമ്പോൾ തന്നെ ഹെയർ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് അല്ലേ? അടുത്ത സിനിമയ്ക്കുള്ള ഒരുക്കാണത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. ഇത് ശ്രദ്ധിക്കാറുണ്ട് ശരിക്കും ഇടയ്ക്കുള്ള ഒരു മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ? ഞാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഹെയർ ഇപ്പം അങ്ങനെ കട്ട് ചെയ്തില്ല, ഇത് നീളും. അപ്പൊ പിന്നെ ഒരു പ്രോഗ്രാമിൽ വരുന്നു അല്ലെങ്കിൽ ഒരു പ്രൊമോഷന് വരുന്നു, അപ്പൊ അത് വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുള്ളതാണ് ഹെയർ. ഈ ലുക്മാൻ ക്യാരക്ടറൊപ്പം തന്നെ ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു സംഭവം കൂടിയാണ്. ഇപ്പോൾ ഈ സിനിമകളിൽ കാണുന്ന അത്രത്തോളം നെഞ്ചിലെത്തുന്ന വേഷങ്ങൾക്കൊപ്പം തന്നെ ഈ നാട്ടിലെ പ്രധാന വേദികളിലൊക്കെ കാണുന്ന ഒരു തരമാണ്. സെവൻസ് ഫുട്ബോൾ നോക്കിയാൽ ഞാൻ അവിടെ ഉണ്ടാവും, പള്ളി കാര്യങ്ങൾ നോക്കിയാൽ ഞാൻ അവിടെ ഉണ്ടാവും, ക്ലബിന്റെ കാര്യങ്ങൾ നോക്കിയുണ്ടാവും. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇത് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണോ, ഇതിനപ്പുറത്തേക്ക് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ചെയ്യണേന് ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നില്ല എന്ത് ചിന്തയില്ല ഇപ്പോഴും നാട്ടിലെ താരമായിട്ട് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഞാൻ അവിടെ തന്നെ ആയിരുന്നല്ലോ. എനിക്ക് സിനിമ ഇല്ലാത്ത ഒരു ഫ്രണ്ട് സർക്കിളും ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അവിടെ സിനിമ ഒന്നല്ല ചർച്ച ചെയ്യുക, നമ്മൾ സാധാ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും. അത് ശരിക്കും നമ്മൾ ഇവിടുന്ന് കൊച്ചിന്ന് നാട്ടിലോട്ട് പോയാൽ ഭയങ്കര റിലാക്സ് ആണ്. അത് അവരായിട്ട് പുറത്തു പോവുക, ഉത്സവങ്ങൾക്ക് പോവുക, ഗാനമേള കാണാൻ പോവുക, ഫുട്ബോൾ കാണാൻ പോവുക, പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോവുക, ഈവനിങ് റെസ്റ്റ് ചെയ്യാൻ പോണ കടകളുണ്ട്, അപ്പോൾ അവിടെ പോയിരുന്ന് ചായ കുടിക്കാൻ സംസാരിക്കുക. അത് മിസ്സായി കഴിഞ്ഞാൽ പക്ഷെ ഞാനല്ലാതാവും എന്നുള്ളൊരു അതെനിക്ക് അത് ഓട്ടോമാറ്റിക് സംഭവിക്കണം. ഞാൻ ഫോഴ്സ്ഫുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടൊന്നുമല്ല. പക്ഷെ എനിക്കതൊരു റിലാക്സേഷനാണ്. അത് അവർ എല്ലാവരുടെ അടുത്ത് അങ്ങനെ ഇരിക്കുന്നത്, അത് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഇനി എവിടെയും ഞാൻ ശ്രദ്ധിക്കണം, കുറച്ചൊക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അതൊന്നും നമ്മളങ്ങനെ ഫോഴ്സ്ഫുള്ളി ഓക്കെ ഇനി ഞാൻ അവരായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ആവാം, ഇവനായിട്ട് ആവാം, അങ്ങനെ മനുഷ്യന്മാരല്ലേ. വേറെ ഉൾട്ടുണ്ടാവും ചിലപ്പോൾ. ലുക്മാൻ സ്റ്റാർ ആയല്ലോ, അങ്ങനെ ചിലര് നമ്മളെ അടുത്ത ആൾക്കാരെ പെരുമാറ്റ രീതിയൊക്കെ മാറി. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളോട് നേരിട്ട് ഓപ്പണായി പറഞ്ഞിരുന്നതൊക്കെ പിന്നെ ലുക്കു കുറച്ച് അങ്ങനെ പിന്നെ കുറെ നേരം സംസാരിച്ച് കഴിഞ്ഞാൽ പറയും അവൻ നമ്മളെ പഴയ ആളല്ലേ. പക്ഷെ അത് സന്തോഷമാണ്. ആക്ച്വലി നമ്മൾ തന്നെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് നമ്മളിലോട്ടൊന്ന് പോയി നോക്കണല്ലോ, നമ്മള് അങ്ങനെ തന്നെയാണോ ഉള്ളത്, ഒരു മനുഷ്യനാ അങ്ങനെ. അതിന് വേണ്ടിട്ടായിരിക്കാം, അതല്ലാതെ ഫോഴ്സ്ഫുള്ളി ഉണ്ടാവണേ. ഈ തല്ലുമലയിലെ ഡിലീറ്റ് ചെയ്ത സീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീൻ ലുക്മാന്റെ കല്യാണമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് ശരിക്കും അതിന്റെ ഇടയ്ക്ക് സംഭവിച്ച് നാളെ കല്യാണമാണെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണി വരെ ഷൂട്ടാണ്. ഗൾഫുകാരേക്കാളും ഞാൻ രാത്രി 12 മണിക്കാണ് വീട്ടിലെത്തുന്നത്. നൈറ്റ് 12 മണിക്കാണ് വീട്ടിലെത്തുന്നത്. എന്താ നാളെ എന്റെ കല്യാണം, ഇത് കല്യാണം കഴിക്കുന്നു, പിറ്റേ ദിവസം കഴിയുന്നു, അതിന്റെ പിറ്റേ ദിവസം പിറ്റേന്ന് തന്നെ പോയി. അതല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ട്, അല്ല 2 ദിവസം കഴിഞ്ഞിട്ട്
നേരെ ലൊക്കേഷനിലോട്ട് ബാക്കി ഷൂട്ട്. പിന്നെ പോയി അത് കഴിഞ്ഞിട്ട് ഒരുമിച്ചുള്ള യാത്രകൾ സിനിമ ആയിരുന്നു. അപ്പൊ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. ലൊക്കേഷനിലായിരുന്നു. അപ്പൊ ശരിക്കും തല്ലുമാല ഹണിമൂൺ കൂടിയായിരുന്നു. എന്റെ ഹണിമൂൺ കൂടിയായിരുന്നു, എന്റെ കല്യാണം, എന്റെ ഹണിമൂൺ, എന്റെ എല്ലാം തല്ലുമാലായിരുന്നു. കൊള്ളാം. ശരി, ആ സിനിമ ഓർത്ത് വെക്കുന്നത് ശരിക്കും അതിന്റെ വിജയത്തിലും ജംഷി എന്ന ക്യാരക്ടറിലാണോ കല്യാണത്തിലാണ് ഇപ്പൊ ഓർത്ത് വെക്കുന്ന സിനിമ? രണ്ടും. അതെന്താ വെച്ചാൽ എനിക്കത് ഭയങ്കര ഭാഗ്യമായിട്ട് എന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് സിനിമയാണ് തല്ലുമാല. തല്ലുമാലയ്ക്ക് ശേഷം എനിക്ക് ഉണ്ടായത് ഭയങ്കര ചേഞ്ച് ആണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ എനിക്ക് എല്ലാ തരത്തിലും പ്രിയപ്പെട്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ കൂടിയാണ്. പ്രിയപ്പെട്ട ആളുകൂടെ കൂടെ ചേർന്ന സിനിമ കൂടിയാണ് അല്ലേ? എല്ലാം പ്രിയപ്പെട്ടതാണ്. ഇപ്പൊ അശ്വേനെ എത്രത്തോളം ചിരിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ എവിടെയൊക്കെയോ വേദികളുടെ സംസാരത്തിൽ കുറെ കൂടി ഇമോഷണൽ ആയുള്ള ആളായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ തോന്നിയ കാര്യം, പാൽനിലാവിലും നൊമ്പരം തൊട്ടൊരു പാട്ട് അശ്വേട്ടൻ പാടുന്നുണ്ട്. അത് കേട്ട ഒരാൾ പോലും തൊണ്ടിടറാതെ കണ്ണനയാതെ അത് ചിലപ്പോൾ കേട്ട് അവസാനിച്ചിട്ടുണ്ടായിരിക്കില്ല. കേട്ടിട്ടുണ്ടോ അശ്വേട്ടൻ പാട്ട് പാടുന്നത്? എവിടേക്കോ പാടുന്ന സമയത്താണെങ്കിൽ പോലും ഭയങ്കര നൊമ്പരങ്ങൾ ഇമോഷണൽ ആയിട്ട് അങ്ങനെ ഉള്ള ഒരാളാണോ ഭയങ്കരമായിട്ട്? ഇല്ല, ജീവിതത്തിൽ ഒരാള് അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒത്തിരി, കുറച്ചൊന്നല്ല, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വീട്ടുകാരാണെങ്കിൽ ഞങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ എനിക്ക് ചിലപ്പോൾ മനസ്സിൽ അങ്ങനെ തോന്നുന്നത്. അല്ലാതെ എനിക്ക് ഒരാളുടെ സങ്കടം കേട്ടാൽ എനിക്ക് പെട്ടെന്ന് ഞാൻ കരയും. ഒരാളെ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഞാൻ അവനെ സഹായിക്കും. സങ്കടം പറയുന്നത് എനിക്ക് ഒരാൾ എന്തെങ്കിലും വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വരും, പെട്ടെന്ന് വിഷമം വരും. അതിലെന്തെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ കൊടുക്കും. അത് പൈസ ആയിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതെൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ ഒരാള് ഒരു വൃത്തികേട് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഒരാള് നുണ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. സ്പോട്ടിൽ പ്രതികരിക്കും. പ്രതികരിക്കും ഞാൻ. അപ്പോൾ പ്രതികരിക്കും. അത് ആരാണെങ്കിലും ഇന്ന ആളെന്ന് നോക്കൂലേ. അത് കഴിഞ്ഞിട്ടാണ് അയ്യോ ഇവിടെ പാടില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കണത്. അങ്ങനത്തെ ഒരു ശീലം കൂടി എനിക്കുണ്ട്. ഞാൻ എന്നെ തന്നെ പിടിച്ചു വെക്കുന്നത് അല്ല, ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പറഞ്ഞു പോകും. അങ്ങനെയാണ്. കാരണം അത് അപ്പം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മാറി കുറെ കഴിയാണ്ട് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, പറയേണ്ടതായിരുന്നല്ലോ. ഒരു തമാശയാണെങ്കിൽ പോലും അതിന് സ്പേസ് ഉണ്ട്, അത് അവിടെ പറയണം, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആകില്ല. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അത് ആ സമയത്ത് തന്നെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് പറയാഞ്ഞത് മിണ്ടാതിരിക്കുന്നവരുണ്ട്. പക്ഷെ പല സ്ഥലത്ത് നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ പിന്നീട് അങ്ങനെ ശരിക്കും പറയേണ്ടായിരുന്നപ്പോൾ പറയാതെ മിണ്ടാതിരുന്നതിന്റെ ഒരിക്കലും ദൂഷ്യഫലമായിരുന്നു പഞ്ചാബി ഹൗസിന് സംഭവിച്ചത്. എന്ത് ദൂഷ്യഫലം? ഐ മീൻ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടും വീടും ഇത്രയും വർഷത്തൊരു പ്ലാൻ ചെയ്തിട്ടും ഒരാൾ ഏൽപ്പിച്ച അതുമായി ബന്ധപ്പെട്ട വീട് എന്റെ വീടിനോ? അല്ല, അതെല്ലാം അറിയാമെന്നും പറഞ്ഞ് വന്നാണ് ഞാൻ എന്ത് ചെയ്യും? അല്ല, മുമ്പേ പലരോടും ചോദിച്ച് അറിഞ്ഞ് ഇയാൾ നല്ല പണിക്കാരനാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അയാളെ സെലക്ട് ചെയ്യുന്നത്. അയാളെ എനിക്കൊരാൾ റെക്കമെൻഡ് ചെയ്യുന്നു, അയാളെ കുറിച്ച് അന്വേഷിക്കുന്നു, എല്ലാം ചെയ്തു. സംഭവിച്ചു. അയാൾക്ക് ശരിക്കുള്ള വർക്ക് അറിയില്ലായിരുന്നുകൊണ്ട് പിന്നെയും മനസ്സിലായത്. ടൈല് പൊങ്ങി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അത് ശരിക്കും അതിന് എല്ലാം ഫുൾ വിഷ്വൽ കണ്ട് കാണുമല്ലേ. മനോരമ ഇട്ടത് 2500 സ്ക്വയർ ഫീറ്റ് ടൈല് പൊങ്ങിപ്പോയി. 6 വർഷമായിട്ട് ഞാൻ തൊട്ടില്ല. അങ്ങനെ തന്നെ മാറ്റി വിരിച്ചിട്ട് കേസ് വിദ്യ ചെയ്ത് നമുക്ക് അനുകൂലമായിട്ട്. അത് മറ്റുള്ളവർക്ക് പ്രചോദനം കൂടിയാണ്. അതന്നെ അങ്ങ് ചെയ്യാതിരുന്നത്. ഈ പലപ്പോഴും ഈ മിണ്ടാതിരിക്കുന്നോടത്തും പ്രതികരിക്കാതിരിക്കുന്നോടത്തും അതിന്റെ ആകെ തുക അവസാനം കിട്ടുന്നത് വളരെ വലുതായിട്ട് ഭീകരമായിരിക്കും. അതായിരിക്കും. ഈ നമ്മളെപ്പോഴും ഈ അടുത്ത് മലയാള പ്രേക്ഷകർ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, നന്നായിട്ട് കോമഡി ചെയ്യുന്നവരൊക്കെ ഭംഗിയായിട്ട് പാടുന്നു എന്നും കൂടികൾ അല്ലേ. ഇപ്പൊ അശോകേസ് പറഞ്ഞപ്പോൾ തന്നെ ഷാജു ചേട്ടനൊക്കെ പാടിയ വിഷയമൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ഈ മറ്റേ വജ്രായത് ഒളിപ്പിച്ച് വയ്ക്കുന്ന പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഹ്യൂമർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ചെറിയ പരിപാടിയല്ല. ഹ്യൂമർ ബാക്കിയുള്ളതെന്നൊക്കെ നമുക്കൊരു ദേഷ്യം വരും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇമോഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിടിച്ചു വെച്ചിട്ട് അത് വളരെ ഓപ്പണാണ്. ഹ്യൂമർ എന്ന് പറയുമ്പോൾ അത്രയും ഒരു സ്പേസ് ചെയ്തിട്ട് ചെയ്യണം. അത് ചെയ്യണവർക്ക് ഏത് പരിപാടിയും പിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ അശോകേട്ടൻ്റെ ഞാൻ ചെറുപ്പം മുതൽ നമ്മൾ അങ്ങനെ ചിരിച്ച് കാണാണ്. അശോകേട്ടൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണ കാണുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നുമില്ല, അത് ചെയ്യും ഉറപ്പാണ് എന്നുള്ള ഒരു സാധനം നമുക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞതിന്റെ അവസാനം ടൈലിന്റെ അശോകേട്ടൻ രണ്ടുപേരും എനിക്ക് വേണ്ടി പാടണം എന്നല്ലേ പറയാൻ വന്നത്? അല്ല, അങ്ങനെ ശരിയാവില്ലത്. ഭയങ്കര പതർച്ചയായിരുന്നു. ഞാൻ കൊടൈക്കനാലായിരുന്നു. ഭയങ്കരമായിട്ട് ആ പാട്ട് ഭയങ്കരമായിട്ട് ഞാൻ 2 ദിവസം 3 ദിവസം കൊടൈക്കനാലായിരുന്നു. ഷൂട്ടിന്റെ ഭാഗമായിട്ട്. ഇല്ലില്ല, വെറുതെ നമുക്ക് തോന്നിയാ ചെയ്യൂ. അപ്പോ കൊടൈക്കനാൽ പോയി, ഫാമിലിയൊക്കെ ആയിട്ട് പോയി. ശരിക്കേ
സിനിമയിൽ ചെയ്തുള്ളത് സണ്ണിചേട്ടനാണെന്നല്ല അശോകനാണ് റിയൽ ലൈഫിൽ നീലകാശ പച്ചക്കടലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ അന്നും ശരിക്കും ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചോണ്ട് അന്ന് ഈ ബൈക്ക് എടുത്ത് പോലും കറങ്ങലൊക്കെ ശരിക്കും അന്ന് ബൈക്ക് ഓടിക്കാറെങ്കിലല്ലേ കറങ്ങേണ്ട ആവശ്യമുള്ളൂ. ഇല്ല ഫ്രണ്ട്സിനൊപ്പം ആണെങ്കിലും ബൈക്ക് ഓടിച്ചത് ശരിക്ക് അനിയത്തിപ്രാവിൽ ഓടിച്ചിട്ടുണ്ട്. അതില് അവള് പറയുന്നത് ഓടിച്ചിട്ടുണ്ട്. പിന്നെ നിസ്സാര സമയത്ത് മമ്മൂക്കനെ പുറത്തെടുത്ത് ഓടിക്കും, ബുള്ളറ്റ് ഓടിച്ചിട്ട് അതായത് ചെറിയ കേറ്റം വീട്ടുമ്പിലെ കേറിയല്ലോ. നിനക്ക് ഓടിക്കാൻ അറിയാമോ? ഇല്ല. പിടിച്ചിരുന്നോ? ഞാൻ പിടിച്ചിരുന്നോ? ഞാൻ ആദ്യം ഡയറക്ടറോട് പറഞ്ഞു ഫസ്റ്റ് ടേക്ക് ഓക്കെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓടിച്ചാൽ പോയി അവിടെ വീണ്ടും കൊണ്ട് നിർത്തി. ഓക്കെ ഓ നമുക്കൊന്ന് കാലുകുത്തിക്കൊള്ളോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. സാധാരണ രീതിയിൽ മമ്മൂക്കയുടെ ഒപ്പം ഡ്രൈവിന് പോകാനാണ് പേടി എന്ന് പറയും അല്ലെ, ചില സ്പീഡിലൊക്കെ പോകുന്നത്. മമ്മൂക്ക പേടിച്ച ഡ്രൈവറാ പറഞ്ഞോണ്ടിരിക്കും. ശരിക്കും ഇത് കുറെ സിനിമകളിലും അതുപോലെ അല്ലെ എക്സ്പീരിയൻസ് മമ്മൂക്കനായിട്ട് വേഷങ്ങളിലാണെങ്കിലും സുഹൃത്തുക്കളുടെ രീതിയിലേക്കാണ് അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. ശരി, മമ്മൂക്കയുടെ ഒപ്പം തുടങ്ങിയത് ശരിക്കും രാഷ്ട്രരാജാവിലാണ്, അതിൽ തന്നെയാണ്. ആൻഡ് ചേട്ടോ, ഈ സിനിമ തുടങ്ങി വെച്ചൊരു വർഷം അത് 25 വർഷം 50 വർഷം ആകുമ്പോൾ കേക്ക് മുറിക്കുകയാണെങ്കിൽ ആ കേക്ക് മുറിക്ക് കത്തി പിടിക്കാൻ ഒരാൾ കൂടി ഉണ്ട് അല്ലെ, ദുൽഖർ സൽമാൻ. ശരിക്കും ഒപ്പം യാത്ര തുടങ്ങിയ DQ അന്യഭാഷയിൽ പോയിട്ട് 100 കോടി അടിച്ചു നിൽക്കുന്നതിന്റെ സന്തോഷമാണ് അല്ലെ. എങ്ങനെ ഒരു സുഹൃത്ത് നിലയിലും സഹപ്രവർത്തന നിലയിലും ഹൗ ഡു ഫീൽ? അഭിമാനം ആണ്. പയ്യൻ കൊള്ളാം. എന്നെ കൂടെ തുടങ്ങിയതാ. ഈ ശരിക്കും സഹപ്രവർത്തകരായിരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു സൗഹൃദം DQ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് എനിക്കൊന്ന് അത്തരത്തിലുണ്ടെങ്കിൽ അതിൽ ആദ്യം പറയേണ്ട പേരുകളിലൊന്നാണ് സണ്ണിമേ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിമാനത്തിനൊപ്പം അംഗീകാരം കൂടിയാണ് അല്ലെ ഇത് ഉണ്ട്. ശരിക്കും എങ്ങനെയാ ഈ ഒരു വളർച്ച ശരിക്കും എങ്ങനെ കാണുന്നത്? ഒറ്റ വാക്കിൽ നിർത്തരുത്. ദുൽഖറിന്റെ വളർച്ച നമ്മളിപ്പോൾ സെക്കൻഡ് ഷോ മുതലിപ്പം ഇന്നിപ്പം നമ്മൾ ലാസ്റ്റ് കണ്ട സിനിമ ലക്കി ഭാസ്കർ, അതിപ്പം ആദ്യം ചെയ്തത് മലയാള സിനിമയിലാണ് തുടങ്ങിയത്. ഇപ്പം നിൽക്കുന്നത് ഇപ്പം പാൻ ഇന്ത്യൻ സിനിമകൾ, അതായത് ഇപ്പോൾ ഹിന്ദി സിനിമ, ബോളിവുഡ് സിനിമകൾ ചെയ്യുന്നു, തമിഴ് സിനിമ ചെയ്യുന്നുണ്ട്, തമിഴ് സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് തെലുങ്ക് സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് വലിയൊരു ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളും കൂടിയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. പുള്ളിയുടെ ഉള്ളിലുള്ള ആർട്ടിസ്റ്റിനെ പുള്ളി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ പല രീതിയിൽ പുള്ളി അതിനെ എന്താ പറയുക കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പല 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 നമുക്ക് വിശ്വസിക്കാൻ തരത്തിലുള്ള കഥാപാത്രങ്ങളായിട്ട് കൊണ്ടുവരാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഈ ഒരു യാത്രയിൽ. അത് ഭയങ്കര ഈസി ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയൊരു സംഭവമല്ല. ഹാർഡ് വർക്കിൻ്റെ കൂടെ കിട്ടിയൊരു വലിയൊരു അംഗീകാരം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഫൈനലി കിട്ടുന്നതാണ്. ഈ എപ്പോഴെങ്കിലും ഈ തമിഴിലും തെലുങ്കിലും ഹിറ്റ് അടിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഒരു സുഹൃത്ത് നിലയിൽ മലയാളത്തിൽ ഭയങ്കരമായിട്ട് അവിടെ മിസ് ചെയ്യുന്നുണ്ട്, ഇവിടെ കൂടി കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കണം, അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇപ്പം എന്താണ് ലക്കി ഭാസ്കറിൻ്റെ പ്രിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു തെലുങ്കുന്ന ആൾക്കാർ വിടുന്നു തോന്നില്ല എന്ന് പറഞ്ഞു. അതാണ് അത് കറക്റ്റ് പോയിന്റ്. തൽക്കാലം അവിടെ തന്നെ കൂടേണ്ടി വരും എന്നുള്ളത്. എല്ലാ സിനിമകളും ചെയ്യും. അതെ, അവിടെ തിരക്കുകളുണ്ട്. പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് സിനിമകൾ ഇവിടെയും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്കുള്ള ഒരു സമയമുണ്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ട്. ഒന്ന്, ഇതിനൊരു സ്ഥിരത ഉണ്ടോ സിനിമയ്ക്ക് എന്നുള്ളതിന്? ഇതൊരു ആഗ്രഹമാണ്. ഒരു കലാകാരൻ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന സമയത്തിന് ഇതൊരു ജോലിയായിട്ട് തുറന്നു പോകാൻ പറ്റും, എനിക്ക് തുടരെ സിനിമകൾ കിട്ടുമോ എന്നുള്ളൊരു ചിന്തിക്കുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. ഈ ഒരു സ്റ്റേജിനൊപ്പം തന്നെ ഇത്തരം പരാമർശം കൂടി വരുന്ന സമയത്ത് തളർന്നു പോവോ? വിഷമമൊക്കെ വരും. പക്ഷെ നമ്മൾ ആ വിഷമം വന്നാൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ വിഷമത്തെ നമ്മൾ എങ്ങനെ ഇതിലോട്ട് കൊടുക്കാം? നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മൾക്ക് ഡിപ്രഷൻ അല്ലെ എന്തും വരാം. ബാത്റൂമിൽ പോയി പൊട്ടിക്കാറൊക്കെ പൈപ്പ് തുറന്നിട്ട് പിന്നെ ഫുൾ കോൺഫിഡൻറ്റോട് തിരിച്ചു. അല്ല, അത് അങ്ങനല്ല. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യാന്നുള്ള തന്നെയാണ്. നമ്മൾ എന്തായാലും തീരുമാനിച്ചു പിന്നെ അതിലോട്ട് അത് സിനിമ എന്ന് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഏത് സിറ്റുവേഷനിലും അതിന് ഓപ്പോസിറ്റ് പറഞ്ഞവരുണ്ടാവും, അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു തീരുമാനം ഉണ്ടാവുമല്ലോ, നമ്മുടെ മനസ്സിനെ നമ്മൾ ഫോളോ ചെയ്യുമല്ലോ. നമുക്കിത് വേണം, ഇത് കിട്ടിയേ പറ്റൂ, ഇത് ഞാൻ നേടും എന്നുള്ളൊരു സാധനം മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത് തന്നെയാണ് എന്നെ എനിക്ക് നല്ല മോട്ടിവേഷൻ. നമ്മൾ തന്നെയാണ് നമുക്ക് മോട്ടിവേഷൻ. വേറൊരാളും വരില്ല. ഇനി നമ്മൾ നല്ല കുറച്ചെത്തി ചിലപ്പോൾ പലരും വരുന്നുണ്ടാവും,
പക്ഷെ ഒരു സമയത്ത് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, നമ്മൾ തന്നെ വേണം. വേണമെങ്കിൽ കണ്ണട മുന്നോട്ട് പോയി പറയാ, ലുക്മനെ നോക്കിക്കൂടെ, പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും. കൂടുതൽ പേർക്ക് ചിലപ്പോ അങ്ങനത്തെ ചില എല്ലാവർക്കും ഉണ്ടാവുന്നല്ല. ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നോട്, ഞാൻ എന്നോട് കുറെ സംസാരിക്കാറുണ്ട് അങ്ങനെയൊക്കെ. ശരിയല്ലേ? ആരാ ഞാൻ സിനിമയിൽ കയറി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചാൻസ് കിട്ടി നമുക്ക് കയറി വരാൻ. കയറി കഴിഞ്ഞാൽ പിടിച്ചിരിക്കാനേക്കാൾ വലിയ ബുദ്ധിമുട്ട്. അതിന് നമ്മള് കുറേ സംഭവങ്ങളുണ്ട്. നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ തന്നെ പഠിക്കണം. സിനിമ എങ്ങനെയുള്ളത് പോകണം, എങ്ങനെ വേണം, എന്ത് ചെയ്യണം, കൂടുതൽ സിനിമകൾ ചെയ്യുന്നതിന്റെ ഒപ്പം ഈ നിലനിൽക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ അശോകനെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 ജനറേഷൻ അല്ലെ ആയിട്ട് സിനിമകളുണ്ട്. ഈ ജനറേഷൻ മാറുന്ന ഈ സിനിമകൾക്കനുസരിച്ച് കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന സിനിമകളും മാറിയിട്ടുണ്ട്. ഈ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെ ആ മാറ്റങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ പ്രേക്ഷകരുടെ സ്വീകരിക്കുന്ന രീതിയാണെങ്കിലും ഈ മാറ്റങ്ങൾ എങ്ങനെ എത്ര എളുപ്പം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ളത് എങ്ങനെയാണ്? അല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 320 സിനിമ നിയർലി അത്ര ആയിട്ടുണ്ട്. ഞാൻ ഈ സിനിമകളൊക്കെ ചെയ്യാൻ നേരത്ത് ഈ ഒരു താടി വെച്ചിട്ട് എല്ലാ സിനിമകളും ചെയ്തത് ഭൂരിഭാഗം. അപ്പോൾ എനിക്കൊരു അപ്പിയറൻസ് വ്യത്യാസമില്ല. പെർഫോമൻസിന് എന്തെങ്കിലുമൊക്കെ കുരറ്റുകളൊക്കെ കാണിച്ചാണ് നമ്മൾ ഇത്രയും കാലം പിടിച്ചിരുന്നത്. അത് ശരിക്കും ഭയങ്കര ചലഞ്ചായിട്ടോ. താടി മീശ ഇല്ലാത്തവർക്ക് മീശ വേറെ ഒട്ടിക്കാം, വിഗ് വേറെ വെക്കാം, മീശ അതിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാം, കൊമ്പൻ മീശ ആക്കാം, വളർന്ന മീശ കുറേ ആക്കാം, ഇതൊന്ന് ക്ലീൻ ഷേവ് ചെയ്യാം. ഞാൻ ഇത് തന്നെ വെച്ചിട്ട് കോളേജുകാരനും പിച്ചക്കാരനും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ നിർബന്ധത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം സമയമില്ലെന്ന്. കാരണം ഇവിടെ 2 ദിവസം അവിടെ 2 ദിവസം ഇങ്ങനെ ഓടിക്കളിക്കില്ലേ. അപ്പോ സംവിധായകനും എഴുത്തുകാരനും നിർബന്ധം പിടിച്ചില്ലേ അത് സൂര്യൻ എന്ന് പറഞ്ഞ ഒരു പടം അഭിനയിച്ചു. അപ്പൊ അതിലൊരു ഡാൻസ് മാസ്റ്ററാണ് BM വിനുവേട്ടൻ്റെ പടം. അവിടെ ചെന്ന് ജയറാമാണ് ഹീറോ. അപ്പോൾ ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ വീട്ടിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ കുറേ അമ്മമാരും പിള്ളേരൊക്കെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് വെച്ച്. അപ്പോൾ ജയറാമുണ്ട്, ഹരിശ്രീ അശോകനുണ്ട്, എൻ്റെ ആള് ജയറാമിനെ കണ്ടതേ നിൽക്കണ്. ഹരിശ്രീ അടുത്തിരിക്കണ ക്ലീൻ ഷേവാണ്, മനസ്സിലായില്ല. അപ്പം ഞാൻ ചെന്നു അവരുടെ അടുത്ത് പറഞ്ഞു, അയ്യോ താടി വേണം കേട്ടോ, അവരുടെ ആഗ്രഹമാണത്. അങ്ങനത്തെ അശോകനെ കാണാൻ. അപ്പോഴേ ഈ വീഡിയോട്ടം പറഞ്ഞു, എടാ ശരിയാണ്, എല്ലാവരും ഇത് പറഞ്ഞു താടി വെച്ച് ഇങ്ങനെ ഡാൻസ് മാസ്റ്റർ ചെയ്യണം, അത് ശരിയാവില്ല, നമുക്ക് കുഴപ്പമില്ല, പോട്ടെ കടന്ന് താടി വെച്ച് ചെയ്യുക. അപ്പോൾ വൃത്തികേട് കൊണ്ടാണ് നമ്മൾ ശ്രീകൃഷ്ണനും പെൺവേഷമൊക്കെ താടി വെച്ച് ചെയ്തത്. എന്തെങ്കിലും ഒരു കാര്യം സാധാരണ പോലീസുകാർ താടി വെച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ മലയ്ക്ക് പോകുന്നതാക്കി മാറ്റും. ബ്ലേഡ് അലർജി റീസൺ കൊണ്ടുവരും, അതുകൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരും. അതിൽ ഏറ്റവും ഉള്ളത് എത്രയൊക്കെ കൃഷ്ണന്മാർ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും വിശ്വനാഥ കൃഷ്ണൻ തട്ട് താണിരിക്കും അല്ലേ. അത് ഉണ്ടാക്കിയ ഒരു ഓളം ഒന്ന് വേറെ തന്നെയാണ്. വിഷു തുടങ്ങുന്ന ഇതിലൂടെയാണ് എന്ന് പറയുന്ന പോലെ ചിലതൊക്കെ അങ്ങനെ സ്ഥിരപ്പെടുത്തി കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ചിലതൊന്നും മാറ്റി കുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ അത്. ഈ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ലാലു ഭയങ്കര ഇൻസ്പിറേഷനാണ്. ലാലുവിൻ്റെ കൂടെ വർക്ക് ചെയ്തത് നമ്മളിങ്ങനെ ആ പാട്ട് ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം നീല കളർ അടിച്ചൊക്കെ ഇല്ലേ 2 ദിവസം എടുത്തിട്ട് കഴുകി കളഞ്ഞത്. പല സ്ഥലത്തുനിന്ന് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് തല ഇങ്ങനെ കാണിച്ച് റിഹേഴ്സൽ. അപ്പോൾ അച്ചോട്ടാ അത് വേണോട്ടാ തല കാണിക്കും. ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി അത് ഭയങ്കരമായിട്ട് പോയിട്ട് ഇത് പലയിടത്തൊന്നും കളർ പോവാത്തോണ്ട് തന്നെ അതും ഉൾപ്പെടുത്തി അതൊരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ എത്ര തന്നെ എടുത്തു നോക്കിയാലും അതിൽ അശോകേട്ടൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ വേറെ സത്യം ഉണ്ട് കേട്ടോ. എന്റെ ഇറ്റാലിയൻ ഭൂരിഭാഗം സിനിമകൾക്ക് എന്റെ പേരിൽ ഇന്ത്യയിൽ അവസാനിക്കണം. സുഗുണൻ, രമണൻ, അങ്ങനെയൊക്കെ ഇന്ത്യയിലാണ്. ഇപ്പൊ ഇതിലും അതുപോലെ ഒരു എന്താണ് ഇതില് പേര് സുലൈമാൻ ഇപ്പൊ വന്നിട്ടുണ്ട്. ഭൂരിഭാഗം അങ്ങനെയുള്ള അതിൽ അവര് അവസാനിക്കുന്നത് അശോകൻ ഇന്നാണ് അത്ര പറഞ്ഞാൽ മതി. അതിലെ ഹരിശ്രീയിൽ തുടങ്ങി അല്ലെ ഇപ്പോഴും മാറി മാറി ഈ ഇങ്ങനെ റിപ്പീറ്റ് വാല്യുള്ള സിനിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ അന്നാണെങ്കിലും ഇപ്പൊ കല്യാണരാമനാണ് അല്ല ഇത് പുലൽ കല്യാണമെന്നൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ട് കല്യാണരാമൻ വെട്ടം സിനിമകളിൽ ഇത്തരം ആർട്ടിസ്റ്റ് കണ്ടപ്പോൾ ഹരീഷ് അശോകൻ ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്നുള്ളൊരു സംഭവം ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ന് ഇത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. കല്യാണരാമൻ ഞാൻ ചെയ്തില്ലല്ലോ, ചെയ്യാൻ പറ്റില്ല. 2 പടത്തിൽ ഞാനുണ്ടായിരുന്നു, പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല. വെട്ടത്തില് മണി ചെയ്ത വേഷം എൻ്റെ ആയിരുന്നു. കാരണം വെച്ചാൽ അന്ന് അതിനു മുമ്പാണ് പഞ്ചാബ് ന്യൂസ് 98 വന്നു അല്ലെ. 2008 2 കാലഘട്ടങ്ങളിലാണ് ഇത് വരുന്നത്. കല്യാണരാമനും അതുപോലെ തന്നെ പുലൽക്കാണ് 1 വർഷം വ്യത്യാസത്തിലാണ് വരുന്നത്.
അപ്പോൾ ആ സമയത്താണെങ്കിൽ പോലും ഈ ഇതിലൊക്കെ ഉണ്ട് പുലൽ കല്യാണത്തിൽ ബാക്കിയുള്ള ഇതേപോലെ റിപ്പീറ്റ് ആയുള്ള സിനിമകളിലൊക്കെ ഉണ്ട്. കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത 2 പടമായിരുന്നു കല്യാണരാമനും അതുപോലെ തന്നെ വെട്ടം എന്നുള്ളത്. നല്ല വേഷങ്ങളായിരുന്നു. കല്യാണരാമൻ ചെയ്യുന്ന സമയത്താണ് വിനയേട്ടൻ്റെ ഒരു പടം കാട്ടിൽ ഷൂട്ടിംഗ് നടന്നു വെച്ചത്. അത് ആ സമയത്ത് അവിടുന്ന് പോരാൻ പറ്റിയില്ല എനിക്ക്. അതും ത്രൂ ഔട്ട് ക്യാരക്ടർ തന്നെയായിരുന്നു. ഇവിടെയും അതിന് ഫുൾ ഡേറ്റ് വേണം അവർക്ക്, അതും ചെയ്യാൻ പറ്റിയില്ല. കല്യാണം സലീം ചെയ്ത വേഷം അങ്ങനെ ശരിക്കും മെൽക്കവ് ബോർഡ് പിടിച്ച് കിട്ടുന്നതായിരുന്നു. അത് നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ ആ വേഷങ്ങൾ? അല്ല, വേഷങ്ങൾ പോകും, ഒരുപാട് പോയിട്ടുണ്ട്. എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. ചില സാധനങ്ങൾ നഷ്ടപ്പെട്ടില്ല മറ്റൊന്നിനും കൂടി വേണ്ടിയിട്ടാണ്. അതെ, അപ്പം നമുക്ക് ആഗ്രഹമുണ്ട് ഓരോരുത്തരുടെ പടത്തിൽ അഭിനയിക്കണം എന്നൊക്കെ. അഭിനയിച്ചു വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഷോട്ട് കിട്ടിയിരുന്നെങ്കിൽ അഭിനയിക്കാൻ, അതിനൊരു ഡയലോഗ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ക്ലോസപ്പ് കിട്ടിയിരുന്നെങ്കിൽ, പിന്നെ നമുക്ക് തിരക്കായി കഴിയുമ്പോൾ ഇന്ന ഡയറക്ടറിന്റെ പടത്തിൽ അഭിനയിച്ചിരുന്നെങ്കിൽ, ഇന്ന ആളോട് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഇങ്ങനെ ആശകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ. അങ്ങനെ പല ഡയറക്ടർമാരുടെയും കൂട്ടത്തിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് വിളിച്ചിട്ട്. പ്രിയൻസാന്റെ ഒക്കെ പടത്തിൽ ആദ്യം വിളിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ വെട്ടമൊക്കെ പോകാൻ പറ്റി ഭയങ്കര വിഷമമായി. 300 നിൽക്കേണ്ടതല്ല, ഒരു 500 വരെ എത്തി നിൽക്കേണ്ടതായിരുന്നു അല്ലെ? 300 മാത്രം വന്ന് നിന്നു എന്നുള്ളത്. അതെ, ഇത് ഇത്ര ഇരിക്കുന്ന ഈ സമയങ്ങളിൽ തന്നെ എത്രത്തോളം എക്സ്പീരിയൻസ് പറഞ്ഞു. ശരിക്കും ഈ തർക്കം അവിടെ നടക്കുമ്പോഴും ക്യാമറ ഓൺ ആകുന്ന സമയത്ത് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തർക്കമാണെങ്കിൽ, കട്ട് കഴിഞ്ഞാൽ വരുന്നത് ഇത്തരം സൗഹൃദ സംഭാഷണങ്ങളായിരുന്നു. ചിരിയാണ്, പൊട്ടിച്ചിരിയാണ്. പിന്നെ ഇങ്ങനെ എക്സ്പീരിയൻസ് അശോകന്റെ കൂടെ നമുക്ക് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ കേൾക്കാൻ പറ്റും. പിന്നെ ഒരുമിച്ചുള്ള സീനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്ത് നോക്കുന്നൊക്കെ പറയാം. അവസാനം വീട്ടിനകത്തൊരു സീക്വൻസ് ഇല്ലേ, അല്ല അതല്ല, വീട്ടിലെ സീൻ ക്ലൈമാക്സില് മറ്റേ എല്ലാവരും ആ സീനൊക്കെ നിങ്ങൾ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ആ സീൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ലൊക്കേഷൻ ചെന്നു, സീൻ കൊണ്ടുവന്നു, വായിച്ചു നോക്കി, ഒരക്ഷരം പോലും അതിന് എടുക്കാൻ പറ്റൂല. പിന്നെ അതിൽ വേറെ 2 മഹത്തായ എഴുത്തുകാർ വന്നു, അവരെയും കൂടി ഇരുത്തി ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് അങ്ങനെ ഉണ്ടാക്കി ക്ലൈമാക്സ് മാറ്റിയതാണ്. കുറെ ഇംപ്രവൈസ് ചെയ്തിട്ട് എന്നിട്ട് ഒന്നേന്ന് പിടിച്ചു ഞങ്ങൾ വന്ന് കയറുന്നു തുടങ്ങിയിട്ട് ആ ഗേറ്റിന്റെ അടുത്ത് കയറി ഇറങ്ങിയാണ്. ശരിക്കും പറക്കുതളിയിലാണെങ്കിലും ഹനീഫ്കയുടെ വീട്ടിൽ പോയിട്ട് കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതാണെങ്കിൽ പോലും സ്ക്രിപ്റ്റിൽ മാത്രം പോകുന്ന കാര്യങ്ങളല്ലല്ലോ, അത് സ്പോർട്ടിൽ നമ്മൾ ഇംപ്രവൈസ് ചെയ്യും കുറച്ച്. ശരിക്കും ഇന്ന ആക്ഷൻ കാണിക്കുന്നതാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയിട്ട് ഇത് ഓക്കെയാണ്. അങ്ങനെ മുട്ടയേറിയെന്നാണ് അതിൽ മെയിൻ സംഭവം. അപ്പൊ അത് നമുക്ക് എടുത്തു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാം ഇങ്ങനെ ഇതിൽ മുട്ടയിൽ അഭിഷേകം ചെയ്ത് നിർത്തിയേക്കണല്ലേ. അതിന് മുമ്പ് നമ്മൾ റിഹേഴ്സൽ എടുക്കുമ്പോൾ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ പറയും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ എടുക്കാനായിട്ട്. ഒരു ഗംഭീര ഡയറക്ടർ എല്ലാവർക്കും പറ്റില്ല. ജോണി പൊളിച്ച പടമുണ്ട് അത്. കാരണം ഒരു റിയാക്ഷൻ മിസ്സായാൽ മതി, കോമഡി വർക്കൗട്ട് ആവില്ല. ആരുടെങ്കിലും റിയാക്ഷൻ മിസ്സായിപ്പോൾ വർക്കൗട്ട് ആവില്ല. ടീം വർക്ക് അല്ല, ഞാൻ പറഞ്ഞത് എടുക്കുന്നത് ജോണിയുടെ കഴിവ് തന്നെയാണ്. അല്ലാതെ ഏത് ഡയറക്ടറാണ് ആ ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. അതാണ് ഈ കോമഡി പടം. ഒരു ഡയറക്ടർ ഇപ്പോൾ ഒരു പടം ചെയ്ത ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഫ്ലാറ്റിലൊരു മുറിയിൽ വെച്ച് പഞ്ചാബി ഹൗസ് എങ്ങനെ എടുത്തു എന്ന് അത് നമുക്ക് പറയാൻ പറ്റുമോ? റാഫി മക്കാട്ടിനെ അറിയാൻ പാടുള്ളൂ. ഫിലിമിലല്ലേ, അത് ഫിലിമാണെന്ന് മോണിറ്ററില്ല. അതൊരു കാൽക്കുലേഷൻ ഭയങ്കര ഗംഭീര പരിപാടിയാണ്. ആദ്യം കാണുന്നത് ക്യാമറമാനും ഡയറക്ടറല്ലേ സിനിമ ആദ്യം കാണുന്നത്. അത് നമുക്ക് പോലും കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ആ പഞ്ചാബി ഹൗസിനെ എപ്പോഴും പറയുന്നുണ്ടെന്ന് തോന്നരുത്. പഞ്ചാബി ഹൗസ് ഒരു സീൻ അഭിനയിച്ചിട്ട് ചിരിച്ച് ഞങ്ങൾ തന്നെ ചിരിക്കും. ചിരിച്ച് അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യും. റാഫി മെക്കാട്ടിനെ കൂട്ടി ഇത് പറയും, ഇതാണ്ട് ഇങ്ങനെ അപ്പോൾ ഒരെണ്ണം വിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വന്നിട്ട് മറ്റാൾ അപ്പം ഞാനിത് പറയട്ടെ, പറഞ്ഞോ അങ്ങനെ പറഞ്ഞ അപ്പൊ എന്നാ പിന്നെ ഇത് കൂടി പറ. പക്ഷെ ഈ അപ്പുറത്ത് ആർട്ടിസ്റ്റ് പറയുന്ന സമയത്ത് ചിരിച്ചാൽ വരെ ചിലപ്പോൾ അത് ഓക്കെ ഷോട്ട് അല്ലാതെയും പോകില്ല. ശരി, അങ്ങനെ സംഭവിക്കാറുണ്ടോ? ശരി, വന്നിട്ട് നന്നായി റിഹേഴ്സൽ ചെയ്യും. എന്നിട്ട് പിന്നെ റീടേക്ക് വരാറുണ്ട്. ഒരു തരത്തിലൊരു നാടകം പോലെയാണ്, തട്ടേ കയറിയും കളിക്കണം അല്ലേ? അതിന് വേറെ കുറെ ടേക്കുകൾ പോകാനുള്ളതോ അല്ലെങ്കിൽ അന്ന് ഫിലിം അല്ലല്ലേ പോകുന്നത്? ഫിലിമാണ്. അപ്പൊ ശരിക്കും ഈ മോണിറ്റർ ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള പോലെ ടാലന്റ് സമ്മതിച്ചേ പറ്റൂ. നമുക്കിപ്പോ സുഖല്ലേ കുറച്ച് ഒന്നിനു പോയാലോ? അതെ, മറ്റേ ഒന്നിനു മതി, പോയത് മതി, മറ്റേ തീരാണ്. യെസ്. അപ്പൊ എന്തായാലും ഈ തർക്കത്തിനൊടുവിൽ ഇത് പരിഹരിച്ചോ ഉടക്കി പിരിഞ്ഞോ എന്നുള്ളതൊക്കെ കാണാൻ തിയേറ്ററിൽ തന്നെ പോവുക അല്ലെ?
അപ്പൊ അത് കണ്ട് ശുഭമാണല്ലോ. അല്ല അതെ അങ്ങനെ തന്നെ എത്തും. ശുഭമാണ്, അതെങ്ങനെയാന്ന് പറയില്ല. ഇല്ല ശുഭമാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, കയ്യിൽ പോയി. അപ്പൊ കാത്തിരിക്കട്ടെ, അടിപൊളിയാവട്ടെ, കളറാവട്ടെ. അപ്പൊ ഇതുപോലുള്ള തർക്കങ്ങൾക്ക് എല്ലാ തർക്കങ്ങൾക്കും പരിഹാരം ഉണ്ടാവട്ടെ. ഹാപ്പി താങ്ക് യു.